ഇന്ന് സെപ്റ്റംബർ 5. 8 വർഷങ്ങൾക്ക് മുമ്പ് 2017 ഇതേ ദിവസം ഇന്ത്യയിൽ ഒരു കൊലപാതകം നടന്നു. സ്വന്തം വീടിന് മുന്നിൽ ചില അജ്ഞാതരുടെ വെടിയേറ്റ് മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായിരുന്ന ഒരാൾ കൊല്ലപ്പെട്ടു. പേര് ഗൗരി ലങ്കേഷ്. ഗൗരി ലങ്കേഷ് പത്രിക എന്ന സ്വന്തം പേരിൽ ആരംഭിച്ച മാധ്യമത്തിലൂടെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച മാധ്യമപ്രവർത്തകയായിരുന്നു ഗൗരി ലങ്കേഷ്. ഹിന്ദുത്വ ശക്തികൾക്കെതിരെ ഉറച്ച നിലപാടായിരുന്നു ഗൗരിക്ക്. ദളിതർക്ക് നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ, സ്ത്രീകൾ അതിക്രമങ്ങൾക്ക് ഇരകളായപ്പോൾ എല്ലാം ഗൗരി അവർക്കൊപ്പം നിന്നു. ഭരണകൂടത്തിന്റെ ശത്രുവാകാൻ ഇത് തന്നെ ധാരാളമായിരുന്നു. എന്നാൽ ഇവരുടെ മൂർച്ചയേറിയ ശബ്ദത്തെ ശത്രുക്കൾ നേരിട്ടത് മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ടായിരുന്നു. ഇതെല്ലാമാണ് 2017 സെപ്റ്റംബർ 5 ചൊവ്വാഴ്ചയിലെ ആ വൈകുന്നേരത്തിൽ കലാശിച്ചത്. ബൈക്കിൽ പിന്തുടർന്നെത്തിയ ഒരു സംഘം ബംഗളൂരുവിലെ വീടിന് മുന്നിൽ ഗൗരിയെ വെടിവെച്ച് വീഴ്ത്തി. തന്റെ 55-ാം വയസ്സിൽ ഗൗരി ചേതനയേറ്റു വീണു. നരേന്ദ്ര ദാബോൽക്കർ, MM കൽബുർഗി ഇങ്ങനെ കൊല ചെയ്യപ്പെട്ട ആക്ടിവിസ്റ്റുകളുടെ ലിസ്റ്റിലേക്ക് ചേർക്കപ്പെട്ട പേരായി ഗൗരി മാറി. മാധ്യമപ്രവർത്തകർ ഇന്ത്യയിൽ എത്രത്തോളം അരക്ഷിതരാണെന്ന് ഗൗരിയുടെ മരണം വിളിച്ചു പറഞ്ഞു. ഹിന്ദു യുവസേന സംഘടനയുടെ സ്ഥാപകൻ നവീൻ കുമാർ, സനാതൻ സംസ്ഥ എന്ന ഹിന്ദുത്വ സംഘടനയിലെ പ്രവർത്തകൻ അമോൽ കാലെ ഉൾപ്പെടെയുള്ളവരെ കേസിൽ 2018 അറസ്റ്റ് ചെയ്തു. എന്നാൽ 2024 ഒക്ടോബർ 9 ഗൗരി ലങ്കേഷ് വധക്കേസിലെ 6 പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു. സനാതന ധർമ്മ കി ജയ് എന്ന മുദ്രാവാക്യങ്ങളുമായി ഹിന്ദുത്വ സംഘടനകൾ ഇവരെ ആഘോഷപൂർവ്വം സ്വീകരിച്ചു. ഒരു അഭിമുഖത്തിൽ പ്രകാശ് രാജ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ചുറ്റുമുള്ളവർ ഇനി ശബ്ദമുയർത്താൻ പാടില്ല എന്നതായിരുന്നു ഗൗരിയെ ഉന്നം വെച്ചതിലൂടെ അവരുടെ ലക്ഷ്യം. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. ഒരു ശബ്ദം ഇല്ലാതാക്കിയാൽ അതിനേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള മറ്റൊരു ശബ്ദം തീർച്ചയായും ഉയർന്നു വരും. അതെ, ഗൗരി എന്ന വ്യക്തിയെ ഇല്ലാതാക്കിയതിലൂടെ ഇവിടെ പ്രതിപക്ഷ ശബ്ദം ഇല്ലാതാവുന്നില്ല. ഭരണകൂടങ്ങൾ ഇനിയും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും.